നമ്മൾ മസ്തിഷ്കം വേറെ ആരെങ്കിലും അരമനയിൽ കൊണ്ടുപോയി പണയം വെച്ചാൽ എന്തായിരിക്കും ഈ ഉമ്മത്തിന്റെ അവസ്ഥ? ആസാമിലെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച പോലെ സംഭവിക്കും. ഇപ്പൊ ഇനി SIR വരാൻ പോകും. അവിടെ SIR അല്ലെ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. ഇപ്പോ കഴിഞ്ഞ ദിവസത്തോടു കൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും വോട്ടവകാശ വോട്ടിലുണ്ടായിരുന്ന വോട്ടർ ഐഡികളെ എന്ത് ചെയ്തിരിക്കുകയാണ്? നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്, നിഷ്ഫലമാക്കിയിരിക്കുകയാണ്. ഇനി അതിന് വാല്യൂ ഇല്ല. അപ്പൊ നമ്മളൊന്നും ഇപ്പൊ വോട്ടർ ID ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ നമ്മുടെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് നമ്മുടെ സമ്മതിദാനാവകാശം നമുക്ക് വിനിയോഗിക്കാൻ പറ്റുക. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കേരളം സാക്ഷിയാകാൻ പോകുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കോ നമുക്ക് വോട്ട് ചെയ്യാൻ നിലവിലുള്ള നമ്മുടെ വോട്ടിംഗ് ID വെച്ചിട്ട് നമുക്ക് എന്തില്ല? അവകാശമില്ല, അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അത് കേന്ദ്ര സർക്കാർ ഇനി പുതുക്കുകയാണ്. SIR-ലൂടെ ഇനി പുതുക്കാൻ പോവാണ്. SIR ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് അപകടങ്ങൾ സംഭവിക്കുക? ഇപ്പൊ ആരും ലിസ്റ്റിലില്ല. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന, കേരളത്തിൽ നടന്ന ഈ വോട്ടർ ID പുതുക്കല് 2002-ലാണ് നടന്നത്. 2002-ല് അവരുടെ പേരുണ്ടെങ്കിൽ, അവരുടെ മാതാപിതാക്കളുടെ പേരുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ അന്ന് പേരില്ലാത്ത ആളുകൾ, 40 വയസ്സിന്റെ ഒക്കെ താഴെയുള്ള ആളുകൾക്ക് അന്ന് പേരുണ്ടാകില്ല. അന്ന് പേരില്ലാത്ത ആളുകൾ വോട്ടർ ID-യിൽ പേര് അവർക്ക് ചേർക്കണമെങ്കിൽ ഈ പറയുന്ന നിയമ വ്യവസ്ഥിതികളെ അവർ കൃത്യമായി പാലിച്ചിരിക്കണം എന്നർത്ഥം. അതിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അശ്രദ്ധ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാകില്ല. ആസാമിൽ എന്താ ഉണ്ടായത്? NRC പോലും ആസാമിൽ നടപ്പാക്കിയത് SIR വെച്ചിട്ടാണ്. ആ SIR ആണ് ഇനിയിപ്പോ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നർത്ഥം. ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. പിന്നെ ഡൗട്ട്ഫുൾ വോട്ടർ, കേരളത്തിൽ ഇനി സംശയാസ്പദ വോട്ടർമാരുടെ എണ്ണം കൂടാൻ പോവാണ്. അപ്പൊ ഈ 2002-ൽ അവസാനമായിട്ട് നടന്ന വോട്ടർ ID പുതുക്കൽ, പേര് ചേർക്കൽ നടന്നത് പ്രകാരം ഇപ്പോഴത്തെ കണ്ടീഷനിൽ 50 ആളുകളെങ്കിലും ആ ലിസ്റ്റിൽ നിന്ന്, 50 ലക്ഷം ആളുകളെങ്കിലും കേരളത്തിൽ ആ ലിസ്റ്റിൽ നിന്ന് പല രീതിയിൽ പുറത്തു പോയിട്ടുണ്ടാകും. അതിലും ചിലപ്പോൾ മരണം സംഭവിച്ചതുണ്ടാകും, മറ്റുള്ള രേഖകളുടെ നൂലാമാല പ്രശ്നങ്ങളെ കൊണ്ട് പോയ ആളുകളുണ്ടാകും, അല്ലെ? അപ്പൊ 2002-ലെ കണക്കനുസരിച്ച് ഇപ്പൊ തന്നെ 50 ലക്ഷം ആളുകൾ കേരളത്തിൽ നിന്ന് ആ ലിസ്റ്റിൽ നിന്ന് ഔട്ടായിരിക്കും എന്നർത്ഥം. ഇനി നമ്മൾ